ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ വളരെ യാദൃശികമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയുണ്ടായി. അത് ഇന്നലെയാണ് ഞാൻ കണ്ടത്. ശരിക്കും ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടൊരു ഒരു പോസ്റ്റാണ്. ജയകൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ജസ്റ്റ് കണ്ടപ്പോൾ അത് ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച രണ്ടാളുകളെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പോസ്റ്റ് എടുത്ത് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ജയകൃഷ്ണ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം, ആ പോസ്റ്റ് ഞാൻ കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ മലയാളികൾക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷെ മലയാള സിനിമാ താരങ്ങൾക്ക് സുപരിചിതമാണ്. അഹമ്മദ് ഗുൽഷൻ. അഹമ്മദ് ഗുൽഷൻ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമകളുടെയൊക്കെ, ഇന്ത്യൻ സിനിമകളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഗൾഫിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ബോളിവുഡ് സിനിമകളുടെ വ്യാജ കോപ്പി വിതരണം ചെയ്യുന്നത് തുടങ്ങി ഇന്ന് ഗൾഫിലെ നിരവധി തിയേറ്ററുകളുടെ ഉടമ. രായപ്പന് ഇയാളുമായി എന്താണ് ബന്ധം? പൃഥ്വിരാജും കൂടി നിൽക്കുന്ന, രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ രായപ്പന് ഇയാളുമായിട്ട് എന്താണ് ബന്ധം? രായപ്പൻ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിനാണ്, സ്വാഭാവികം. മോളിവുഡിലെ മിക്കവാറും GCC കളക്ഷനുകളും ഊതി വീർപ്പിച്ച് ഇവർക്ക് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി. കടുവ എന്ന കൂതറ സിനിമയ്ക്ക് ഡൊമസ്റ്റിക്കിൽ 26.5 കോടി, ഇന്റർനാഷണൽ 20.15 കോടി കളക്ഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ? അഹമ്മദിക്ക് കൊടുത്തതാണ്. ഇന്ന് ഗുൽഷനെ UAE സിനിമാശാലകളുടെ ഗോഡ് ഫാദറായി കണക്കാക്കുന്നു. അഹമ്മദ് ഗുൽഷന് സംശയാസ്പദമായ ഒരു ഭൂതകാലവും ഡി കമ്പനിയുമായി, ദാവൂദ് ഇബ്രാഹിം, അതാണ് ഡി കമ്പനി ഉദ്ദേശിക്കുന്നത്, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട്. 2006 കാലഘട്ടം കറാച്ചി ആസ്ഥാനമായുള്ള സദഫ് ട്രേഡിംഗ് കമ്പനിയുടെ നിയന്ത്രണം ഡി കമ്പനിക്ക് ലഭിച്ചു. ഇതിലൂടെ ദാവൂദിന്റെ അൽ മൻസൂർ, സദഫ് ബ്രാൻഡുകൾ ഉപയോഗിച്ച് ഗൾഫ് മേഖലയിലുടനീളം പൈറേറ്റഡ് സിനിമകളുടെ വിതരണം നടത്തി. ഗുൽഷൻ അസാധാരണമായ വിപണി ശക്തി നേടി. അൽ മൻസൂരിന്റെ വളർച്ചയെക്കുറിച്ചുള്ള വിവരം ഡി കമ്പനിയെക്കുറിച്ച് പഠിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയാം. ഭീഷണിയിലൂടെയും മാഫിയ പോലെ ശക്തമായ കുത്തകയിലൂടെയും അൽ മൻസൂർ വിദേശത്തുള്ള ഏതൊരു സിനിമയുടെയും വിതരണത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമായി മാറി. കൂടാതെ കുറച്ച് പാക് ഇന്ത്യൻ വിതരണ കമ്പനികൾ അവരുടെ അതിർത്തികൾക്കപ്പുറം കാര്യമായ സാന്നിധ്യം ഉറപ്പിക്കാൻ പണം വാരി എറിഞ്ഞു. ബിസിനസ് രീതികൾ നിയമവിധേയമാക്കുകയും സംഘടിത കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകന്ന് മാറുവാനും വേണ്ടി അതോടെ ഗുൽഷനും പങ്കാളികളും ഗൾഫ് റിലീസ് കമ്പനി രൂപീകരിച്ചു. പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് ബോളിവുഡ് അടക്കം പല മേഖലകളിലും കാണാം. താങ്ക്സ് ടു മേജു മിഷേൽ. മേജു മിഷേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നു. പക്ഷെ ജയകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആൾ പറഞ്ഞത് ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ മലയാളികൾക്ക് സുപരിചിതം ആയിരിക്കില്ല. സ്വാഭാവികം, ഗൾഫിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നാട്ടിലുള്ള മലയാളികളെ അറിയണമെന്നില്ല. ഞാൻ സിനിമ മേഖലയിൽ, അതായത് പ്രധാനമായും ഗൾഫ് സിനിമ ഇൻഡസ്ട്രിയിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 2025 ഞാൻ 18 വർഷം തികയാണ് ഗൾഫ് സിനിമ മേഖലയിൽ. ടെക്നിക്കൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലാണ് ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തത്. 2010 മുമ്പേ ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജിൽ സ്റ്റാർട്ടായത് തന്നെ 2015 ശേഷം. അതിന് മുമ്പേ ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇതിലുണ്ടായിരുന്നു, പ്രൊജക്ഷൻ സൗണ്ട് ടെക്നീഷ്യൻ ഇതിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ആദ്യമായ ഒരു കാര്യം വ്യക്തമാക്കാം. ഇപ്പോൾ നാട്ടിലുള്ള കോൺട്രവേഴ്സി എന്താ, നമ്മുടെ എമ്പുരാനെ സംബന്ധിച്ചിട്ടുള്ള സംഭവമാണ്. സോ എമ്പുരാൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ ഞാൻ ഒരു കാലത്തും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൂടെ എൻ്റെ ഒരു ഇത് ഞാൻ പരാമർശം നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതികരണം ഞാൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗോത്ര കലാപവും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടി പറയണം. കാരണം ഇപ്പോഴത്തെ ആ സിനിമയുടെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഈ നമ്മളെ ഈ മതങ്ങൾ തമ്മിൽ തെറ്റിക്കുക, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയല്ല നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അത് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കോൺട്രവേഴ്സ്യലായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് പൃഥ്വിരാജ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയ്ക്ക് റേറ്റിംഗ് ഉള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആളുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്.
എമ്പുരാൻ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജിനെ ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ വെറുതെ കൊണ്ടുപോയി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 16 നിലയിൽ പൊട്ടി കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. എത്ര തന്നെ അത് സംഭവം തള്ളിമറിച്ചാലും അതിനുള്ള സിനിമയില്ല. അത് സമ്മതിച്ച് തന്നേ പറ്റും. സിനിമ ഒരുപാട് പേര് കണ്ടതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് മുന്നോട്ട്, അതായത് ഈ നമ്മൾ ആദ്യം ഒരു തീ കത്തിക്കുന്നു, എന്നിട്ട് ആ തീയുടെ പവർ കുറയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി പെട്രോൾ വെച്ചിട്ട് വീണ്ടും കത്തിക്കുന്നു എന്നുള്ള ആ പരിപാടി ഉണ്ടല്ലോ. ഇതാണ് ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും പൃഥ്വിരാജ് ഇതുപോലൊരു സിനിമ ചെയ്തതിൽ യാതൊരു യോജിപ്പില്ലാത്ത മനുഷ്യനാണ് ഞാൻ BJP-ക്കാരുടെ അതിൻ്റെ ഒന്നും സപ്പോർട്ട് ചെയ്ത് പറയല്ല. ഈ സിനിമയിൽ വ്യക്തമായിട്ട് ഒരു വിഭാഗം ആളുകൾ അടിച്ച് താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം നിന്ന് പൃഥ്വിരാജിനോ മുരളി ഗോപിക്കോ മോഹൻലാലിനോ മാറിയിക്കാൻ സാധിക്കില്ല. ഓക്കെ, അത് ക്ലിയറാണ്. അതെൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മേജർ രവിയുടെ കാര്യം അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല, സിനിമയെ പറ്റി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യത്തിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. സിനിമ ചിലപ്പോൾ റിവ്യൂ കണ്ടിട്ടുണ്ടാവിരിക്കില്ല, പക്ഷേ ഒരു സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്. ഒരു സംശയമില്ല അതിനകത്ത്. സിനിമയുടെ കഥയൊക്കെ എന്തായാലും മോഹൻലാൽ പടം ചെയ്യൂല. കാരണം കഥ അറിയാതെ മോഹൻലാൽ അങ്ങനെ വരുന്ന ഒരാളല്ല. എനിക്കറിയാവുന്ന ഒരു മോഹൻലാലിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആൻ്റണി പെരുമ്പാവൂരായതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ എവിടെ നിന്ന് വന്നിട്ടുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇവർക്ക് 4 പേർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട്. അതിന് ഉത്തരവാദിത്തം മാറി നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഈ പോസ്റ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനോടുള്ള എൻ്റെ വിയോജിപ്പ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് അഹമ്മദ് ഗുൽഷൻ ആരാണെന്ന് ശരിക്കും അറിയില്ല. ഓക്കെ, 18 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. 1964 ആദ്യമായിട്ട് അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളുടെ ഗൾഫ് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ, അതായത് ഗൾഫിൽ റിലീസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പടം മമ്മൂട്ടിയുടെ ന്യൂഡൽഹിയാണ്. അന്നേ വരെ മലയാള സിനിമയ്ക്ക് 10 പൈസയുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ മാർക്കറ്റൊന്നുമില്ല, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അന്നേ വരെ ഒരു 10 പൈസയുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ മാത്രമൊന്നുമല്ല, ആൾക്ക് പല റിയൽ എസ്റ്റേറ്റ്, പല ടൈപ്പ് ബിസിനസ്സുകളുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, പല ടൈപ്പുകൾ ബിസിനസ്സുകളുണ്ട്. സോ അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷമാണ് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഗൾഫ് സിനിമാ മേഖലയ്ക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൾച്ചർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തന്നെ രൂപപ്പെടുത്തി എടുത്ത ആളാണ് അഹമ്മദ് ഗുൽഷൻ. അതിന് ഇവർ പറഞ്ഞ പോലെ 2006 കറാച്ചി ആസ്ഥാനമായിട്ടുള്ള മറ്റേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനി വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമൊന്നുമല്ല, അതിന് മുമ്പേ അഹമ്മദ് ഗുൽഷൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയതാണ്. ഇയാൾ എന്തുകൊണ്ടാണ് ഇത് ഫാദർ ഓഫ് ഗൾഫ് സിനിമ എന്ന് വിളിക്കാനുള്ള കാരണം എന്നറിയോ? ഈ നമുക്ക് സിനിമ എത്തിപ്പിടിക്കാൻ പറ്റാത്ത സമയത്ത് പ്രൊജക്ടറും അല്ലെങ്കിൽ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ ടെൻ്റ് അടിച്ച് പടം കളിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അഹമ്മദ് ഗുൽഷൻ. സോ അദ്ദേഹം ഈ ഗൾഫ് സിനിമാ മേഖലയിലേക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റി സംസാരിക്കാൻ മാത്രമൊന്നും ഈ ജയകൃഷ്ണ എന്ന് പറഞ്ഞ ആളല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കടുവ സിനിമയുടെ നിങ്ങളിപ്പോൾ ഈ കോടികളുടെ 26 കോടി 22 കോടിയുടെ കണക്കൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ഈ കണക്കുകളൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു സിനിമാ തിയേറ്ററിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിന് DCR എന്നൊരു സാധനമുണ്ട്, ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്നൊരു സാധനമുണ്ട്. ഈ സാധനം വളരെ കോൺഫിഡൻഷ്യലായിട്ട് മാത്രം ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന സാധനമാണ്. ഇത് അവരാരും എവിടെയും പബ്ലിഷ് ചെയ്യാറില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കണക്കുകൾ കിട്ടുന്നത്? പൃഥ്വിരാജ് നേരിട്ട് കൊണ്ടുവന്നോ, അതോ അങ്ങനെ വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ? വല്ല സിനിമാ തിയേറ്ററിൽ അയച്ചു തന്നു? എന്നാൽ പോലും നിങ്ങൾക്ക് എല്ലാ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് അയച്ചു തരണ്ടല്ലോ. എന്നാലും നിങ്ങൾക്ക് ഒരു കണക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു തിയേറ്ററിലെ മാത്രം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ പോസ്റ്റിൽ പറഞ്ഞൊരു വ്യക്തമായൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ ഇന്ന് ഗുൽഷന് UAE സിനിമാശാലകളുടെ ഗോഡ്ഫാദറായി കണക്കാക്കുന്നു. അഹമ്മദ് ഗുൽഷന് സംശയാസ്പദമായ ഒരു ഭൂതകാലവും ഡി കമ്പനിയുമായി ബന്ധവുമുണ്ട്. ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് സംശയാസ്പദമായി. അതായത് അത് നിങ്ങളുടെ സംശയം മാത്രമാണ്. ഈ പറഞ്ഞതിലൊന്നും എവിഡൻസ് ഇല്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞല്ലോ ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാൾ മുമ്പ് പൈറസി കച്ചവടം നടത്തിയത്, ഇത് സിനിമയുടെ വ്യാജപതിപ്പ് ഇട്ടിട്ടുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് വന്നതെന്ന്. അഹമ്മദ് ഗുൽഷൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ വ്യാജപതിപ്പ് പോയിട്ട്
നല്ലൊരു പതിപ്പ്, അതായത് ഫിലിം പ്രിൻ്റ് പോലും നേരാവണ്ണം അവൈലബിൾ ആയിരുന്നില്ല മാർക്കറ്റിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ അഹമ്മദ് ഖ എന്ന് നിങ്ങൾ ഈ പോസ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അഹമ്മദ് ഖ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ മതതീവ്രവാദം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തോടുള്ള ഒരു വിരോധം ശരിക്കും ഇതിൽ വ്യക്തമാണ്. അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമകളുടെ എല്ലാ ഭാഷകളും, അത് മാത്രമല്ല ഹോളിവുഡ് പടങ്ങളും അമേരിക്കൻ സിനിമകൾ, ഇൻഡിവിജ്വൽ സ്റ്റുഡിയോസിൻ്റെ സിനിമകളൊക്കെ ഗൾഫിൽ കൊണ്ടുവന്ന് ഒരു മാർക്കറ്റ് തുടങ്ങി വന്നിട്ട് ഒരാളാണ്. 10 പൈസയുടെ വിലയില്ലാത്ത മലയാള സിനിമ ഇന്ന് എങ്ങനെയെങ്കിലും ഇപ്പം ഇത്രയും നമ്മൾ ഒരു ചെറിയ ഇൻഡസ്ട്രി നമ്മൾ ഇത്രയും വലിയ സംഭവമാണെന്ന് നമ്മൾ ഇതാക്കി പറയുമ്പോൾ നമ്മൾ കുറച്ച് പൊക്കി പറയണ്ടല്ലോ. മലയാള സിനിമ ഇന്ത്യൻ ബോളിവുഡും ടോളിവുഡൊക്കെ വെച്ച് നോക്കുമ്പോൾ മോളിവുഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൾഫിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻ ചെറുതല്ല. പല വള്ളിക്കെട്ട് പടങ്ങളും, അതായത് നാട്ടിൽ വെറുതെ എന്താ പറയുക കാണിക്കാമെന്ന് പറഞ്ഞാൽ പോലും കാണാൻ ആളില്ലാത്ത സിനിമകൾ വരെ ഗൾഫിൽ കൊണ്ടുവന്ന് റിലീസ് ചെയ്യുമ്പോൾ അത് എടുക്കാനായിട്ടൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുക. ഞാൻ സിനിമ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ഒരാളാണ്. ഇവിടെ നിന്ന് എന്തോരം കൊട്ടത്താങ്ങ കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഗൾഫ് സിനിമ മേഖലയിൽ നിന്ന് കോടികൾ വരുന്ന കഥ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ തുറന്നു പറയാം, ഇന്നും മലയാള സിനിമ ഒരു പുല്ലുമല്ല ഗൾഫ് മേഖലയിൽ. മലയാള സിനിമ ഇല്ലെങ്കിലും ഇവിടുത്തെ ഇൻഡസ്ട്രി നടന്നു പോകും, മുന്നോട്ട് പോകും. കൊറോണ കാലത്ത് ഒരു 2-3 വർഷത്തെ അടുപ്പിച്ച് ഒറ്റ പടം ഇറങ്ങിയിരുന്നില്ല, ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, ഒരു സിനിമ വന്നിരുന്നില്ല. അന്ന് ഇവിടുത്തെ തിയേറ്ററുകളൊന്നും അടച്ചിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ തിയേറ്റർ അടച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ തിയേറ്ററുകളൊന്നും അടച്ചിട്ടില്ല. ഇവിടെയൊക്കെ തിയേറ്ററുകൾ കൂട്ടുണ്ടായിരുന്നു. 1-2 മാസം കണ്ടാണ് തിയേറ്റർ അടച്ചിട്ട്, ബാക്കി ഒക്കെ ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു. കൊറോണ സമയത്ത് ഞാൻ ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അന്നും മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഹോളിവുഡ് പടങ്ങൾ റിലീസ് കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിച്ചു നിന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ എമ്പുരാൻ്റെ റിലീസ് ദിവസം പോലും നാട്ടിൽ പുലർച്ചെ 6 മണിക്ക് തിയേറ്ററിൽ ഇടികൂടി നിന്നപ്പോൾ നിങ്ങൾ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ, ദേരയിലോ അല്ലെങ്കിൽ ഈ വക ദുബായിലുള്ള ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമുള്ള തിരക്ക് മാത്രമേ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുള്ളൂ, ഏത് ഫേസ്ബുക്കിലും ഇതിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഇതേ സിനിമ ഒരാൾ പോലും ഇല്ലാതെ കളിച്ച തിയേറ്ററുകളുണ്ട്. നിങ്ങൾ മറ്റു രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ മതി, ഖത്തറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഹ്റിനോ അല്ലെങ്കിൽ സൗദിക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ പല മലയാള സിനിമകൾക്കും ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കോടികളൊന്നും വരി കൊണ്ടുപോകില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമാ തിയേറ്ററുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് സിനിമ ടിക്കറ്റ് വിറ്റിട്ടല്ല. സിനിമ ടിക്കറ്റിന് ഒരു പിണ്ണാക്കം കിട്ടില്ല. ഈ മൾട്ടിപ്ലക്സുകളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫുഡിൽ നിന്നാണ്, ഫുഡ് ആൻഡ് ബീവറേജിൽ നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതിപ്പോൾ 1000 പ്രാവശ്യമല്ല ഈ അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റിയിട്ട് ഒരു പരാമർശം നടത്തുന്നത് 1000 പ്രാവശ്യമല്ല. ദിലീപിൻ്റെ കേസ് ഉണ്ടായ സമയത്തും ദിലീപിന് ഇതേപോലെ തന്നെ പറഞ്ഞ പാകിസ്ഥാനി ബന്ധം, ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധം, ആന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്നു. ഒരു കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കോൺട്രവേഴ്സി വരുമ്പോൾ എന്താ പറയുക, ഇയാൾ മുസ്ലിമാണെങ്കിൽ അയാളുടെ തലയ്ക്ക് ചാടി കയറുക എന്നുള്ളത് അതൊരു തെറ്റായ ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു വെക്കാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മതതീവ്രവാദമാണ് ഇപ്പോൾ നിങ്ങൾ ഈ പുറത്തേക്ക് എടുത്തിട്ട്. അഹമ്മദ് ഖ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അഹമ്മദ് ഗുൽഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ മനുഷ്യനെ കണ്ടിട്ടുള്ളതാണ്, പല മീറ്റിങ്ങുകളിലും ഇപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, പല ഇതിലും ആളായിട്ട് അസോസിയേറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. 10-12 വർഷമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കുക. ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ആളാണ്. ഈ UAE എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് വിചാരിച്ച് ഇവിടെ പൈറസിക്കൊന്നും ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ്. ഇവിടെ വ്യക്തമായ നിയമങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരിഗണിക്കാത്തൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടാത്തൊക്കെ കൂടുതൽ, നിങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ എൻ്റെ കൂടി നാട്, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഇവിടെ ശക്തമായ നിയമ വ്യവസ്ഥിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ അധോലോകം മുഴുവൻ ഗൾഫിലാണെന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ പ്രായത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുക. ഒന്നില്ലെങ്കിൽ ഇത്രയും കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ട് ഒരാളാണ്. മലയാള സിനിമ ഗൾഫിൽ ഇപ്പോൾ ഒരു മാർക്കറ്റില്ലാത്ത മലയാള സിനിമ ഗൾഫിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ മലയാളികൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. സിനിമാ തിയേറ്ററുകൾ ആൾ സ്വന്തമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു വലിയ കാര്യമാണ്, വലിയ കോൺട്രിബ്യൂഷനാണത്. നമ്മുടെ നാട്ടിൽ കാശുള്ള ആൾക്കാരില്ലാണ്ടെന്നുണ്ടല്ലോ ഇയാളിത് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഈ ന്യൂഡൽഹി സിനിമ വരുന്നതിന് മുമ്പും ഇവിടെ ഗൾഫുണ്ടായിരുന്നു, ഗൾഫിൽ മലയാളികളുണ്ടായിരുന്നു. ഇതിന് മുമ്പൊന്നും ആരും ഒന്നും സിനിമ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആളെ പറ്റിയിട്ട്
ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് ഒരു കഥ അടിച്ചിറക്കരുത്. ദാവൂദ് ഇബ്രാഹിം കറാച്ചി ആസ്ഥാനത്തിൽ ഇറങ്ങി 2006 മുതലാണ് ഇവർ ആക്റ്റീവായത്. ഫാർസ് ഫിലിംസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാൻ പറ്റും. 2006 മുമ്പേ, അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഒരു സിനിമ അവിടെ കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ്. ഗോൾഡൻ വിസ വരെയുള്ള കൊടുത്തിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച് ആളെ ആദരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത്രയും ഒരു ഹൈ പൊസിഷനിൽ നിൽക്കേണ്ട ആളെ പറ്റിയിട്ട് നാട്ടിലിപ്പോൾ പൃഥ്വിരാജിൻ്റെയോ മോഹൻലാലിൻ്റെയോ എമ്പുരാൻ പോലത്തെ ഒരു സിനിമ വന്നിട്ടോ അവിടെ ഉണ്ടാകുന്ന കോൺട്രവേഴ്സിയിലേക്ക് ഇദ്ദേഹത്തെ വലിച്ച് അഴിക്കരുത്. ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്നത് ശരിയല്ല. നമ്മുടെ മലയാളികളുടെ ഒരു തെറ്റായ ഒരു നമ്മൾ വളരെ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ ഒരു എന്താ പറയുക, ഒരു രീതി എങ്ങനെയാണ്, എല്ലാവരും എന്തും പറയാം, ആരെയും എന്തും പറയാം. ഒരാളിപ്പോൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അയാൾ ഈ രീതിയിലേക്ക് ലേബിൾ അടിച്ച് കാണിക്കുന്നു, ഒരാൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അത് ഈ ലേബിൾ അടിച്ച് കാണിക്കുന്നു. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ തീർക്കുക. അത് ഒരാവശ്യത്തെ ആൾക്കാരിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു പൃഥ്വിരാജും അഹമ്മദ് ഗുൽഷനും നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു രായപ്പന് ഇയാളുമായിട്ട് എന്താണ് ബന്ധം. മലയാളത്തിൽ ഒട്ടുമിക്ക ആക്ടേഴ്സും ഫാർസ് ഫിലിംസിൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ളതാണ്. ഇവൻ മമ്മൂട്ടിയോ മോഹൻലാലോ എന്തിന് ഇന്ത്യൻ നമ്മുടെ തെലുങ്ക് കന്നഡ ഹിന്ദി ഇൻഡസ്ട്രിയിലെ ആൾക്കാർ വരെ അവരുടെ ഓഫീസിൽ വന്നിട്ടുള്ളതാണ്. അവർ വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. സോ പല നടന്മാരും അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മഞ്ജു വാര്യർ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഫഹദ് ഫാസിൽ വന്ന് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന ജയകൃഷ്ണ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? എന്തിന് ഞാൻ വരെ അഹമ്മദ് ഗുൽഷൻ്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഫണ്ടിറക്കി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ബന്ധമുള്ള ആളാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മളുടെ മലയാളികൾക്കിടയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്തെങ്കിലും കോൺട്രവേഴ്സി കിടക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ ഊതി ഉറപ്പിച്ച് ഇതാക്കരുത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ സംശയത്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു നിയമത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പോരായ്മയാണ് ആർക്ക് ആരെപ്പറ്റി എന്തും പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ പറ്റി പോലും പറഞ്ഞാൽ പോലും ചോദിക്കാൻ ആരുമില്ല. അത് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ അടിച്ചങ്ങോട്ട് താഴ്ത്തും. അതൊരുമാതിരി രണ്ടാം തരം ഏർപ്പാടാണ്. ഈ പറഞ്ഞ ജയകൃഷ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇദ്ദേഹത്തിന് തൻ്റെ തന്തേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ ബഹുമാനിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. താങ്കൾ പരാമർശിച്ച് തെറ്റാൻ താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു ക്ഷമാപണം നടത്താം. അതല്ലാന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ ഈ പറഞ്ഞ വ്യക്തി പറ്റിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് അറിയില്ലായിരിക്കും. പക്ഷേ എനിക്ക് 10-18 വർഷമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു മലയാളികൾക്ക് സുപരിചിതമല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു മലയാളി ആയതുകൊണ്ട് ഇത് പറയണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ വാക്കുകൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.